സ്ട്രെച്ചിങ് ഉള്ള ഉത്താന പാദാസനം, അതുപോലെ നമുക്ക് താടാസനം, ടിന്യസ് ഇരുന്നിട്ടുള്ള പഠിത്താണ്. അല്ലെങ്കിലോ ഇരുന്നിട്ടുള്ള ടി വി കാണൽ, ഇരുന്നിട്ടുള്ള മൊബൈൽ കാണൽ, അല്ലെങ്കിൽ അവർ ട്യൂഷൻ പോയിട്ട് അവിടെ ഇരിക്കുന്നു, സ്കൂളിലിരിക്കുന്നു. എവിടെ പോയാലും ഇരിക്കൽ മാത്രമാണ്. ആക്ടിവിറ്റീസ് വളരെ വളരെ കുറവ്. മൈൻഡ് വീക്കായവർക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിലും എവിടെയെങ്കിലും എത്താൻ പറ്റുമോ എന്നുള്ള കാര്യം ഇനിയുള്ള കാലത്ത് ഡൗട്ട്ഫുള്ളാണ്. കാരണം അതായത് ഇൻഹേലേഷൻ, ഹോൾഡിംഗ് ആൻഡ് എക്സലേഷൻ 1:2:4. ഈ യോഗാസനാസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഒന്നെങ്കിൽ കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ മുതിർന്ന കുറച്ച് വയസ്സായ ആളുകളായിരിക്കും. ഇവർക്ക് രണ്ടുപേർക്കും ചില പരിമിതികളൊക്കെ ഉണ്ടാവും, ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പം ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന യോഗാസനാസ് ഏതൊക്കെയാണ്? നമുക്ക് പരിമിതികൾ എന്ന് പറഞ്ഞാൽ ഒരു 8 വയസ്സായ ഏതു കുട്ടിക്കും യോഗാസന സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ഇന്ന് പല സ്കൂളുകളിലും യോഗ ഒരു പാഠ്യ വിഷയമാണ്. പ്രാക്ടിക്കൽ യോഗയും അതുപോലെ കുറച്ച് തിയറിയും ഇന്ന് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഒന്നും കൂടിയും അത് കൂടി വരികയുള്ളൂ. 8 വയസ്സായ ഏത് കുട്ടിക്കും നമുക്ക് യോഗ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇന്ന് യോഗ കൊണ്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടി വരികയാണ്. നമുക്ക് ഇതിൽ ഒരുപാട് ഹയർ ക്വാളിഫിക്കേഷൻസ് യോഗയിൽ ഇപ്പോൾ ഇന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. PG ഉണ്ട്, PhD, UGC നെറ്റ്, അതുപോലെ JRF പോലെയുള്ള ഒരുപാട് ഹയർ ഡിഗ്രി കോഴ്സുകൾ നമുക്കത് ചെയ്യാം. അത് പേപ്പർ ലെവലുകൾ, അതുപോലെ നമുക്ക് പ്രാക്ടിക്കൽ ലെവലിൽ ഒരുപാട് യോഗാസന മത്സരങ്ങളുണ്ട്. കേരളത്തിൽ സ്റ്റേറ്റ് ലെവലിൽ, നാഷണൽ, ഇൻ്റർനാഷണൽ ലെവലിൽ വരെ യോഗാസന മത്സരങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ ഒരുപാട് പ്ലസ് പോയിൻറ്റ്സ് നമുക്ക് മാർക്ക് വൈസ് കുട്ടികൾക്ക് കിട്ടാൻ, അല്ലെങ്കിൽ ഒരു കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ ഒക്കെ യോഗയ്ക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം അങ്ങനെ തിരഞ്ഞെടുക്കേണ്ടവർക്ക് അങ്ങനെ യോഗ തിരഞ്ഞെടുക്കാം. അങ്ങനെ പോകുമ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പോകണം. അതിൽ കോഴ്സസും അല്ലെങ്കിൽ അതിലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് പോവാം. അതല്ല നമുക്കൊരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരെ പഠന വിഷയത്തിൽ എങ്ങനെ അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നോക്കാം. അതറിയാം, നമുക്ക് അറിയാം പണ്ടത്തെ പോലെയല്ല കുട്ടികളെല്ലാം കണ്ടിന്യൂസ് ഇരുന്നിട്ടുള്ള പഠിത്തമാണ്. അല്ലെങ്കിലോ ഇരുന്നിട്ടുള്ള TV കാണൽ, ഇരുന്നിട്ടുള്ള മൊബൈൽ കാണൽ, അല്ലെങ്കിൽ അവർ ട്യൂഷന് പോയിട്ട് അവിടെ ഇരിക്കുന്നു, സ്കൂളിലിരിക്കുന്നു. എവിടെ പോയാലും ഇരിക്കൽ മാത്രമാണ്. ആക്ടിവിറ്റീസ് വളരെ വളരെ കുറവ്. സമയം കിട്ടിയാൽ പോലും അവർ മൊബൈലിലുള്ള ഗെയിംസിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പാരൻസ് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവരുടെ ഡെയിലി റൂട്ടീനിലുണ്ടോ. ഇന്ന് പല സ്കൂളുകളിലും അറിയാം നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഒരുപാട് പല സ്കൂളുകളിലും ഒരു പീരീഡ്, എല്ലാ ദിവസവും ഒരു പീരീഡ് എടുക്കുന്നത് കുറച്ചും കൂടി ബോഡി ആക്ടിവിറ്റീസ് ആണെങ്കിൽ നന്നായിരിക്കും. ഇപ്പൊ നമുക്കറിയാം ഇപ്പോൾ വയലിൻ, പാട്ട്, ഡാൻസ്, സ്വിമ്മിങ്, അതിൽ ഡാൻസ് പോലെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്ന തിരഞ്ഞെടുത്താൽ നന്നായിരിക്കും. പിന്നെ കരോട്ട, അങ്ങനെ പലത് ഉണ്ട്. അപ്പൊ പലരും പാരൻസ് പാട്ട് പാടാൻ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഒരു പാരന്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റിയുള്ള ഏതെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ അവർക്ക് സമയം ഡെയിലി കൊടുക്കുന്ന, അല്ലെങ്കിൽ വീക്കിലി ഒരു 3 days എങ്കിലും കൊടുക്കുന്നത് അവരുടെ ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല. നമുക്കറിയാം അവരുടെ സിലബസ് ഇന്ന് ഒരുപാട് വാസ്റ്റാണ്. നമുക്ക് പോലും പലപ്പോഴും റെഫറൻസ് ബുക്കുകൾ തിരയേണ്ട ആവശ്യം വരാറുണ്ട് അവരെ പഠിപ്പിക്കാൻ. അപ്പൊ അവർ ചെറിയ ഒരു ഭാരമല്ല പേറുന്നത്, അല്ലെ? ഒരുപാട് ഭാരങ്ങള് നമ്മളെക്കാളും ബാഗിന്റെ ഭാരം തന്നെ അതിലും വലുതാണ്. ബാഗിന്റെ ഭാരം തന്നെ ഞാൻ ചിലപ്പോൾ എൻ്റെ ബാഗിന് ചിലപ്പോൾ ഭാരം കൂടുമ്പോൾ ഞാൻ ആലോചിക്കും, മക്കൾ ഇതിനേക്കാളും ഭാരമുള്ളതാണല്ലോ. ആ ദിവസം നമുക്ക് ബാക്ക് പെയിനാണ്. നമ്മളൊരു ഭാരമുള്ള ഒരു ഹാൻഡ് ബാഗ് ഒരു ദിവസം ഇട്ടാൽ അന്ന് നമുക്ക് ഒരു പെയിൻഫുൾ ആയിരിക്കും. അത് മാത്രമല്ല, ഇന്ന് ഇപ്പം പഠിക്കാൻ പോകുമ്പോൾ ഓരോ വിഷയത്തിനും ഓരോ ബുക്ക്, പിന്നെ അതിന്റെ പുസ്തകം, ട്യൂഷന് പോവാണെങ്കിൽ ട്യൂഷൻ ഓരോ ബുക്ക്, അങ്ങനെ ബുക്കുകളും പുസ്തകങ്ങളായിട്ട് ബാഗ് നിറഞ്ഞിരിക്കുമ്പോഴായിരിക്കും പിന്നെ ഫുഡ്, വെള്ളം, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു വെയിറ്റ് ആയിരിക്കും കുട്ടികൾ താങ്ങുന്നത്. ഇതൊക്കെ ഒഴിവാക്കാനും പറ്റില്ല. ഇന്നത്തെ കോമ്പറ്റീറ്റീവ് യുഗത്തില് ഇതിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന കുട്ടികൾ എവിടെ എത്തില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ചിലപ്പോൾ 2 ട്യൂഷനും 3 ട്യൂഷനും വരെയുള്ള കുട്ടികളുണ്ട്. രാവിലെ ഒരു ട്യൂഷൻ, വൈകിട്ട് വന്നിട്ട് ഒരു ട്യൂഷൻ, അത് കഴിഞ്ഞിട്ട് ഒരു ട്യൂഷൻ. അപ്പൊ ആ 3 ബുക്ക് എല്ലാം ഒന്നിച്ചായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ആക്ടിവിറ്റി അവർക്ക് തിരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ യോഗ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ചും കൂടി
പ്രാണായാം ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്ന ഒരുപാട് ശ്വസന വ്യായാമങ്ങളാണ്. നമുക്ക് ബ്രെയിനിലേക്ക് നന്നായിട്ട് ഓക്സിജൻ എത്താൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. അപ്പോൾ അവർക്ക് ഓക്സിജൻ സർക്കുലേഷൻ എത്തുമ്പോൾ നമുക്ക് മെമ്മറി പവർ കൂട്ടാനും ഉന്മേഷത്തോടു കൂടി പഠിക്കാൻ, ഒരു മടുപ്പില്ലാതെ ഉന്മേഷത്തോടു കൂടി എനർജിയോട് കൂടി പഠിക്കുക എന്നില്ല പറയില്ലേ. കുട്ടികളെ സംബന്ധിച്ച് അവരെ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഒന്ന് മൈൻഡ് ക്ലിയർ ആക്കുക, പിന്നെ അത് ഹെൽത്തി ആയിരിക്കുക. ഇതിനാണ് കുട്ടികൾക്ക് നമ്മളെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കാൻ കഴിയേണ്ടത്. അതെ, മൈൻഡ് ഓക്കെ ഉള്ളവർ എനിക്ക് തോന്നുന്നു ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ഏത് ടോപ്പിലും എത്താൻ കഴിയും. മൈൻഡ് വീക്കായവർക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിലും എവിടെയെങ്കിലും എത്താൻ പറ്റുമോ എന്നുള്ള കാര്യം ഇനിയുള്ള കാലത്ത് ഡൗട്ട്ഫുള്ളാണ്. കാരണം സർട്ടിഫിക്കറ്റ്സ് ഇല്ലാത്തവരാരും ഇല്ല അന്നത്തെ കാലത്ത്, എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാരും ഇല്ല. ഓരോ വർഷം തോറും കൂടുകയുള്ളൂ. ഇവിടെ ഒരു കുറവ് വരിക ഈ മെൻ്റൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ മെൻ്റൽ വിൽ പവറിൻ്റെ കാര്യത്തിലായിരിക്കും ഇനി വരും കാലങ്ങളിൽ കുട്ടികൾക്കായാലും ആരായാലും കുറവ് വരിക. അപ്പോൾ നമ്മൾ അതും കൂടി ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കുറച്ച് കുറഞ്ഞാലും അവരുടേതായ കഴിവുകൾ അല്ലെങ്കിൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകളിൽ അവർ അന്വേഷിച്ച് എത്തിപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരെ പ്രാപ്തരാക്കാൻ നന്നായിരിക്കും. അവരുടെ മെന്റൽ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെല്ലാം ആസനാസ് ഉപയോഗിക്കാൻ കഴിയും? നമുക്ക് അവരെ മൈൻഡ് സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർക്ക് പഠിക്കാനുള്ളത് തന്നെ എടുത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അഡീഷൻ കൂട്ടുന്നത് പഠിക്കുകയാണെങ്കിൽ ഒരു വർഷം കൂട്ടുന്നതിനോടൊപ്പം തന്നെ സബ്ട്രാക്ഷൻ പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അപ്പോൾ ഇത് തമ്മിൽ കൺഫ്യൂഷനാണ്, ഫാസ്റ്റ് ലേണിങ്. അപ്പോൾ ഈ പ്ലസ് അഡീഷൻ അവർക്ക് തറാവുന്നില്ല. അതിനു മുമ്പ് എല്ലാം കൂടി കൺഫ്യൂഷനാണ്. അപ്പോൾ അവർ സ്റ്റെബിലിറ്റി ഇല്ല. കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മളോ അനുവദിക്കുന്നില്ല, പുസ്തകങ്ങളോ അനുവദിക്കുന്നില്ല, പഠനശൈലി. അപ്പോൾ അവർക്ക് താടാസനം പോലെയുള്ള, വൃക്ഷാസനം പോലെയുള്ള വളരെ നമ്മളുടെ ആ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് നേരമെങ്കിലും നിൽക്കാനുള്ള ആ ഒരു ആസനാസ് ഡെയിലി ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ നാഡീശോധൻ പ്രാണായാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നോസ്ട്രലിന് ഉള്ളിലൂടെയുള്ള ശ്വസനത്തെ നിയന്ത്രിച്ചു കൊണ്ടുള്ള വ്യായാമമാണ്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്പർ കൂട്ടി നമുക്ക് ചെയ്യാം. ചിലർ 101 തവണ നാഡീശോധന ചെയ്യുന്നവരുണ്ട്. അതത്ര ഹെൽത്തി പ്രാക്ടീസ് അല്ല. നമ്മൾ സ്ലോ ആയിട്ട് 1-2 തവണ ചെയ്താലും മതി. അത് മാക്സിമം സ്ലോ 1:2:4 എന്നുള്ള രീതിയിലാണ് അതിൻ്റെ റേഷ്യോ നമ്മളുടെ യോഗയുടെ ആധികാരികമായുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അതായത് ഇൻഹേലേഷൻ, ഹോൾഡിംഗ് ആൻഡ് എക്സലേഷൻ 1:2:4 എന്നുള്ള റേഷ്യോയിലാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ ആ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ അത്രയും നേരം നമ്മളുടെ മൈൻഡ് അവിടെ കോൺസെൻട്രേറ്റ് ആണ്. നമ്മൾ ആ ശ്വാസം പോയ റൂട്ടിലൂടെ നമ്മൾ ചിന്ത പോവുകയാണ്. അവിടെ കുറച്ച് നേരം അതിനെ ഹോൾഡ് ചെയ്യാനുള്ള നമ്മളെ മൈൻഡിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ആ പ്രിപ്പറേഷൻ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും വരും. കുട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും ഈ ഫാസ്റ്റായിട്ടുള്ള ഇങ്ങനെ ചഞ്ചലമായ മനസ്സിനെ പിടിച്ചു നിർത്താൻ എന്തായാലും സഹായിക്കും. മേഡം പറഞ്ഞ പോലെ ഇപ്പൊ ഈ കൂട്ടലും കുറയ്ക്കലും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്ത ഇംഗ്ലീഷ്, അടുത്ത പുസ്തകം വരുന്നത്. ഇങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ആസനാസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവർക്ക് സ്റ്റേബിൾ ആവാൻ കഴിയും. അപ്പൊ അവർക്ക് മനസ്സിലാവുക. ഇപ്പൊ ടീച്ചർമാർ കുറെ പഠിക്കാൻ പറയുന്നുണ്ട്, പാരന്റ്സ് കുറെ പറയുന്നുണ്ട്, ട്യൂഷൻ ഇതിന്ന് എന്താണ് ഇപ്പൊ എന്റെ കപ്പാസിറ്റി അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. കുറേ അമ്മ പറയുന്നത് അതല്ല, ഓക്കെ ഇതാണ് എനിക്ക് ഒരു ദിവസം 2 പറ്റുന്നുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയാൻ, അതിലേക്ക് അവരെ എത്തിക്കാൻ, സ്വബോധത്തിക്ക് എത്തിക്കുക എന്ന് പറയില്ലേ. ഓക്കെ ആ 2 വിഷയം ഞാൻ നന്നായിട്ട് എല്ലാ ദിവസവും പഠിക്കുന്നുണ്ട്, അടുത്ത ദിവസം അടുത്ത 2 വിഷയം. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ വിഷയവും പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ ഓക്കെ നല്ല മാർക്ക് കിട്ടാൻ എനിക്ക് പറ്റുന്നുണ്ട്. ആ ഒരു വിചിന്തന, ഞാൻ ആദ്യം പറഞ്ഞ യോഗ ഒരു വിവേക ബുദ്ധിയിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ആ വിവേക ബുദ്ധിയിലേക്ക് അവർക്ക് എത്തിച്ചാൽ ആ കുട്ടികളെന്നല്ല എല്ലാവർക്കും ആ വിവേക ബുദ്ധി, ഞാൻ ചെയ്യുന്ന ജോലി എന്താണ്, ഇത് എനിക്ക് ആവശ്യമുള്ളതാണോ, ഞാൻ ചെയ്യുന്ന കാര്യം എന്താണ്, ഇത് നമുക്ക് ബാക്കിയുള്ളവർക്ക് ഉപകാരമുള്ളതാണോ, എനിക്ക് ഉപകാരമുള്ള ചിന്തിച്ച് വിചിന്തനം ചെയ്ത് കറക്റ്റ് ഡിസിഷനിലേക്ക് എത്തിക്കാൻ പറ്റിയ എല്ലാവരും വിജയിച്ചു. ഇപ്പോൾ ഈ വയസ്സായ ആളുകളിലേക്ക് വരുമ്പം അവർക്ക് കൂടുതൽ മുട്ടുവേദന, കാലുവേദന ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ശാരീരിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. ഈ ശാരീരിക പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് അവർക്ക് എങ്ങനെ യോഗ ചെയ്യാൻ കഴിയും? പ്രായമുള്ളവർ ശരിയാണ്, നമുക്ക് ഡീജനറേറ്റീവ് ഡിസീസസ് എന്ന് പറയും. നമ്മളുടെ എല്ലാ അവയവങ്ങളായാലും ജോയിൻസ് ആയാലും ഡീജനറേഷൻ സംഭവിക്കും. ചെറുപ്പത്തിലുള്ള പോലെയല്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ അതിനനുസരിച്ച് വേദനകൾ വരാം, മസിൽ വീക്ക് വരാം. പക്ഷെ അതിനനുസരിച്ച് നമ്മളൊന്നും ചെയ്യാതിരുന്നു വിചാരിച്ചിട്ട് ആ ഡീജനറേഷൻ നമുക്ക് തടുക്കാനോ
ഒന്നിനും കഴിയില്ല. നമ്മൾ ഇപ്പം നമ്മൾ യോഗാസന മത്സരങ്ങളിൽ എടുത്ത് നോക്കിയാൽ കാണാം, അതിൽ 80-90 വയസ്സുള്ളവർ നമ്മളെക്കാളും നന്നായിട്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് അവിടെ റെസ്ട്രിക്ഷൻ ഇല്ല. അവരെങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഡെയിലിയുള്ള പ്രാക്ടീസിലൂടെ. അവർക്ക് അവിടെ പെയിനൊക്കെ ഉണ്ട് എങ്കിലും ബാക്കിയുള്ളവരുടെ അപേക്ഷിച്ച് വളരെ 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 0% ഈ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ യോഗീശ്വരന്മാരായിട്ടുള്ള അങ്ങനെ ഈ സന്യാസിമാര് അവരെയൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് അവര് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ളവർക്ക് എന്തോ രഹസ്യമുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ഈ 90-ാം വയസ്സിൽ ഇത്ര നന്നായിട്ട് യോഗ പോസ്റ്റേഴ്സിൽ ഇരിക്കാൻ കഴിയുന്നത് എന്നൊക്കെ പറയുന്നത്. ഈ രഹസ്യം എന്ന് പറയുന്നത് നമ്മളെ മനസ്സ് തന്നെയാണ്, അല്ലാതെ ഒരു രഹസ്യവും ഇല്ല. മനസ്സാണ് എനിക്ക് തോന്നുന്നു രഹസ്യമായിട്ടുള്ള ഒരു വസ്തു, ബാക്കിയൊക്കെ പരസ്യമാണ്. മനസ്സ് എവിടെയാന്ന് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അതാണ്, മനസ്സിലാണ് ഈ രഹസ്യം ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ ചെയ്യും എന്നുള്ള ആ ദൃഢനിശ്ചയം എടുത്ത് ചെയ്താൽ സന്യാസി എന്നല്ല ഏത് വ്യക്തിക്കും അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. തീർച്ചയായും അത് ഇപ്പം അത്ഭുതങ്ങൾ കാണിച്ച വ്യക്തികളൊക്കെ ആ സ്ട്രോങ് ഡിസിഷൻ എടുത്തവരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ലേസി ആയിട്ട് നടന്നവർ അല്ലേ ആ ഒരിലേക്ക് എത്തിയവർ വളരെ കുറവായിരിക്കും. അതെ, ഇപ്പോൾ പ്രായമായവരാണെങ്കിൽ പോലും അവരുടെ ഹെൽത്ത് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഏതെല്ലാം ആസനാസ്താണ് പറ്റുന്നത്? ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവർ ചെയ്യുന്ന അത്ര ഒരു ബുദ്ധിമുട്ടി അവർക്ക് ചെയ്യാൻ പാടില്ല. അവരുടെ ഓരോ ജോയിൻറ്റിനെയും കെയർ ചെയ്തിട്ട് ഉള്ള മൂവ്മെൻറ്റ്സ് ഒക്കെയാണ് നല്ലത്. അപ്പോൾ കിടന്നുകൊണ്ടുള്ളതും നിന്നുകൊണ്ടുള്ളതും ഇരുന്നു കൊണ്ടുള്ളതും എല്ലാം സെലക്ട് ചെയ്യാം. എങ്കിലും ഇപ്പോൾ മുട്ടുവേദന ഉള്ളവർ അധികം നമ്മൾ കാൽമുട്ടിനെ ബെൻഡ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആദ്യത്തെ സ്റ്റേജിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നന്നായി സ്ട്രെച്ചിങ് ഉള്ള ഉത്താന പാദാസനം, അതുപോലെ നമുക്ക് താടാസനം, ഇതുപോലെയുള്ള നന്നായിട്ട് നീ ജോയിൻറ്റ് സ്ട്രെച്ചിങ് വരുന്ന എക്സസൈസ് സെലക്ട് ചെയ്യാം. ബാക്ക് പെയിൻ ഓഫ് കോഴ്സ് നമുക്കറിയാം, ഭുജംഗാസനം സെലക്ട് ചെയ്യാം. അങ്ങനെ അസുഖങ്ങൾക്ക് അനുസരിച്ച് അതിന് ഹീൽ ചെയ്തതിന് ശേഷം പിന്നെ ഏത് ആസനാസും ചെയ്യാവുന്നതാണ്.